ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 34. അപ്പോൾ സംഘർഷണൻ്റെ അടുത്ത് വന്നിരുന്ന് കൃഷ്ണനെ കുറിച്ചൊക്കെ പല കഥകളും, കഴിഞ്ഞുപോയ പല കഥകളും എല്ലാം പറഞ്ഞ് ഗോപികളും ഗോപന്മാരും യശോദ നന്ദഗോപന്മാരും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഥകളൊക്കെ പറയുകയാണ്. അപ്പോൾ ഗോപികൾ ചോദിക്കുകയാണ്, ഈ പാവപ്പെട്ട ഗോപികളെക്കുറിച്ച് കാർവർണ്ണൻ വല്ലപ്പോഴും വല്ലതും പറയാറുണ്ടോ? ഞങ്ങളുടെ ഉറികളിൽ നിന്നും പാലും വെണ്ണയും കട്ടു തിന്ന കഥകൾ ഞങ്ങൾ എന്നും ഓർക്കാറുണ്ട്. ആ വേണുഗാനം ഞങ്ങൾ എങ്ങനെ മറക്കും? കൃഷ്ണനും നിങ്ങളെ ഒരു ദിവസമെങ്കിലും ഓർമ്മിക്കാതിരിക്കുന്നില്ല. നിങ്ങളും ഒരുമിച്ചുള്ള വൃന്ദാവന ജീവിതം അവന് മറക്കാൻ കഴിയുമോ? പിന്നെ എന്താണ് ഞങ്ങളെ കാണാൻ അദ്ദേഹം ഇങ്ങോട്ട് വരാത്തത്? വരും, അതിനുള്ള സമയമാകുമ്പോൾ അവൻ വരും. ഇപ്പോൾ മരിഞ്ഞു തിരിയാൻ നേരമില്ല, അത്രയ്ക്ക് ജോലി അവിടെയുണ്ട്. ഉദ്ധവരെന്ന മഹാനും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങളെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം ഞങ്ങളെ മറന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണനെ മറക്കാൻ കഴിയുമോ? അവൻ വലുതായി ഇല്ലേ? മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയെന്ന് കേട്ടു. നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവരുടെ സംഭാഷണത്തിനിടയിൽ ഗോപികളുടെ മിഴികളിൽ വെള്ളം നിറയുന്നത് ബലഭദ്രൻ കണ്ടു. അവരുടെ അല്ലലകറ്റാൻ വേണ്ടി അദ്ദേഹം 2 മാസം ഗോകുലത്തിൽ താമസിച്ച് സരസ സല്ലാപങ്ങൾ പൊഴിച്ച് വിനോദിപ്പിച്ചും ക്രീഡിച്ചും അവരെ ആനന്ദിപ്പിച്ചു. ഒരു സുന്ദര വസന്ത രാത്രിയില് കാമോദ്ദീപകമായ പൂനിലാവിൽ രാമൻ ഗോപരമണികളും ഒരുമിച്ച് വൃന്ദാവനത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ മദ്യത്തിന്റെ ഒരു ഗന്ധം അദ്ദേഹത്തിന്റെ നാസികയിൽ വന്നടിച്ചു. പിന്നെയും പിന്നെയും മദ്യത്തിന്റെ മണം മൂക്കിൽ വന്ന് തുളച്ചു കയറിക്കൊണ്ടിരുന്നു. എവിടുന്നാണ് ഈ മദ്യഗന്ധം വരുന്നതെന്ന് സീരി പരിശോധിച്ചു. ഒരു വൃക്ഷകോടരത്തിൽ നിന്നും മധുരമുള്ള മദ്യം ഒഴുകി വീഴുന്നത് കണ്ട് അദ്ദേഹം അത് സംഭരിച്ച് തൃപ്തിയാവോളം പാനം ചെയ്തു. മല്ലാക്ഷി മണികളായ വല്ലവീ നാരികൾക്കും കുറെ കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ മദ്യലഹരിയിൽ രക്തനേത്രന്മത്തനായി ഹലി മധുവാണികളുമായി മദം പൂണ്ട് പല ലീലകളും ആടാൻ തുടങ്ങി. അങ്ങനെ ക്രീഡിച്ചും രസിച്ചും തന്നെയും മറന്ന സംഘർഷണൻ പങ്കേരുകാക്ഷികളും ഒരുമിച്ച് നേരെ യമുനാ തടത്തിൽ ചെന്ന് കാളിന്തിയെ കളിക്കുവാനായി തൻ്റെ അന്തികത്തിലേക്ക് വിളിച്ചു. എല്ലാം മധുലഹരിയിൽ ചെയ്യുന്ന പ്രവൃത്തികളായിരുന്നു. തൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ലെന്ന് തോന്നിയതിനാൽ കോപാന്ധനായ ഹലായുധൻ തൻ്റെ സീരമെടുത്ത് കാളിന്തി നദിയെ കൊളുത്തി വലിച്ചു. ആ സമയം നദിയുടെ അധിഷ്ഠാന ദേവത പ്രത്യക്ഷപ്പെട്ട് രാമനോട് ക്ഷമാപണം ചെയ്തു. എങ്കിലും കൊളുത്തി വലിച്ചത് മൂലം കാളിന്തിയുടെ ഗതിക്ക് അവിടെ ഒരു വളവ് സംഭവിച്ചു. തദനന്തരം രാമനും രമണീയാംഗികളും യമുനയിലിറങ്ങി ജലക്രീഡകൾ ചെയ്ത് വളരെ നേരം വിഹരിച്ചു. സാക്ഷാൽ കാളിന്തി ദേവിയുടെ കാന്തനായ കാർമുകിൽ വർണ്ണന്റെ ഭ്രാതാവാണ് രാമനെന്നറിഞ്ഞ് യമുന അദ്ദേഹത്തിന് മനോഹരമായ ഒരു നീല വസ്ത്രവും പച്ചരത്നങ്ങൾ പതിച്ച ഒരു ഹാരവും സമ്മാനിച്ചു. അവയെ സ്വീകരിച്ച് ഹർഷപുളകിതനായി ഹലായുധൻ ഹഹാരവം മുഴക്കി ആനന്ദിച്ചുകൊണ്ട് തരളാംഗികളും ഒരുമിച്ച് ഗോകുലത്തിൽ വന്നു. അന്നു മുതൽ ബലഭദ്രൻ ദിവസവും കളഭ ഗാമിനികളും ഒരുമിച്ച് കാളിന്തി തടത്തിൽ പോയി മദ്യം ആസ്വദിച്ച് ആനന്ദിക്കാൻ തുടങ്ങി. അക്കാലത്ത് വിവിധൻ അതിനടുത്തുള്ള രേവത പർവ്വതത്തിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ഒരു ദിവസം മദ്യപാന മത തരളിതനായി തീർന്ന മധുസൂദന സോദരൻ മധുവാണികളും ഒരുമിച്ച് വൃന്ദാവനത്തിൽ വിഹരിക്കുന്നത് വിവിധൻ കണ്ടു. ഗോപികൾ ചുറ്റുമിരിക്കുന്നു. നടുവിൽ നടുനായകൻ എന്ന പോലെ ബലഭദ്രനും ഇരിക്കുന്നു. രാമന്റെ മുമ്പിൽ മധ്യ കുംഭവുമുണ്ട്. വാരുണി ലഹരിയിൽ പകുതിയടഞ്ഞ കണ്ണുകളോടുകൂടി വാരിജാക്ഷ സോദരൻ വരാങ്കനകളോട് ശൃംഗാരരസ സമ്മിളിതമായ പല വിനോദങ്ങളും പറയുന്നു. അങ്ങനെ പറഞ്ഞ് സീരി ആനന്ദ ലഹരിയിൽ മുഴുകി ചരിഞ്ഞ് നിലത്ത് വീണു. അത് കണ്ട് നദാംഗികൾ പരിഹാസഭാവത്തിൽ പരസ്പരം നോക്കി മന്ദഹസിച്ചു. ആ സമയം വിവിധൻ അടുത്തുള്ള ഒരു മരത്തിന്റെ കൊമ്പുകൾക്കിടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് താഴത്തേക്ക് ചാടി വീണ് മദ്യകുംഭവും എടുത്തുകൊണ്ട് തിരിച്ചവന്റെ സ്ഥാനത്ത് പോയിരുന്ന് ആ മദ്യം മുഴുവനും പാനം ചെയ്ത് കുടവും വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു.
അർദ്ധനിദ്രയിലായിരുന്ന നീലാംബരൻ ഇതറിഞ്ഞ് ഞെട്ടിയുണർന്ന് വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ വാനരൻ അതിന്റെ കൊമ്പുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഗോഷ്ഠികൾ കാണിക്കുന്നു. രാമൻ കുറെ കല്ലുകൾ പെറുക്കി ആ കുരങ്ങിന്റെ നേർക്കെറിഞ്ഞു. ആ കല്ലുകൾ പിടിച്ചെടുത്തുകൊണ്ട് വാനരനും തിരിച്ചെറിഞ്ഞു. പല്ലുകൾ ഇളിച്ച് കാണിക്കുകയൊക്കെ ചെയ്ത് അവൻ സ്ത്രീകളെ കളിയാക്കി. അവർക്ക് നാണം തോന്നത്തക്കവണ്ണം പല വൃത്തികേടുകളും അവൻ കാണിച്ചു. ഇത് കണ്ട് കോപിഷ്ഠനായ രാമൻ രുദ്രനയനായി മുസലായുധവും കയ്യിലെടുത്തുകൊണ്ട് മുമ്പോട്ട് ചാടി. കപീന്ദ്രൻ ഒരു വലിയ കരിമരം പറിച്ചെടുത്ത് അതുകൊണ്ട് ബലഭദ്രന്റെ ശിരസിൽ ഒന്നടിച്ചു. സീരി അത് തടുത്തു. തൽക്ഷണം വിവിധൻ വലിയ പാറക്കെട്ടുകളും പർവ്വത ശിഖരങ്ങളും വൃക്ഷപ്രകാണ്ഡങ്ങളും കുത്തിപ്പറിച്ചെടുത്ത് രാമന്റെ നേർക്കെറിഞ്ഞുകൊണ്ട് യുദ്ധത്തിനായി അടുത്തു. ബലഭദ്രൻ അവനെയും നിഷ്പ്രയാസം തട്ടിത്തെറിപ്പിച്ചു. അപ്പോൾ വിവിധൻ രാമനെ കൈകൊണ്ടൊന്ന് പ്രഹരിച്ചു. തുടർന്ന് അവർ തമ്മിൽ നടന്ന ദ്വന്ദ്വയുദ്ധത്തിൽ മുസലി തന്റെ ഇരുമ്പു മുസലത്താൽ ആ മർക്കടന്റെ മൂർധാവ് തല്ലിപ്പിളർന്നു. ഒരു പെരുമല പോലെ അവൻ ചത്തുമലച്ച് നിലത്തു വീണു. രാമൻ അത് കണ്ട് സന്തോഷത്തോടെ സന്നദ്ധാംഗികളും ഒരുമിച്ച് ഗോകുലത്തിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ ഒരു രാമന്റെ ഭക്തനായിരുന്ന വിവിധൻ മറ്റൊരു രാമന്റെ കൈയാൽ ജീവിതം അവസാനിപ്പിച്ചു. ശ്രീരാമ ഭക്തനായിരുന്ന അവൻ ഒരു അസുരപ്രവീണനെ സേവിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയത് കൊണ്ടാണ് സച്ചിന്മയനായ കൃഷ്ണന്റെ കൈയാൽ മുക്തിപ്രദമായ മരണം അവന് സിദ്ധിക്കാനിടയാകാതെ വന്നത്. എങ്കിലും ശ്രീരാമഭക്തനായ അവന് കൃഷ്ണൻ സൽഗതിയെ ദാനം ചെയ്തു. 2 മാസം ബലരാമൻ ഗോകുലത്തിൽ താമസിക്കുന്ന കാലത്തൊരു ദിവസം കാരുഷ നൃപേന്ദ്രനായ പൗണ്ഡ്രകന്റെ ഒരു ദൂതൻ ദ്വാരകയിൽ വന്ന് പരസ്യമായി സഭയിൽ വച്ച് പുണ്ഡരീകാക്ഷനോട് ഉണർത്തിച്ചു, പ്രഭോ, അടിയൻ കാരുഷാധിപന്റെ ഒരു സന്ദേശവും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്രകാരമാണ് സന്ദേശം. ഹേ കൃഷ്ണ, യഥാർത്ഥത്തിൽ ദീനജനരക്ഷകനായ വാസുദേവൻ നീയല്ല, ഞാനാണ്. നീ വെറും ഒരു പശുപാലകൻ. വാസുദേവൻ എന്ന കപടനാമധേയം സ്വീകരിച്ച് എൻ്റെ ചിഹ്നങ്ങളായ ശ്രീവത്സം എന്ന മറുകിനെയും ശംഖുചക്ര ഗദാദികളായ ആയുധങ്ങളെയും ധരിച്ചു നടക്കുന്ന നീ അവയെ ഉപേക്ഷിച്ച് തൽക്ഷണം തന്നെ എൻ്റെ പാദങ്ങളിൽ വീണ് ശരണം പ്രാപിക്കണം. അല്ലാത്ത പക്ഷം വേഗം യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. ഒട്ടും വൈകാതെ നിന്നെ ഞാൻ യമലോകത്തേക്ക് പറഞ്ഞയക്കുന്നതാണ്. ദൂതന്റെ സന്ദേശവാക്കുകൾ കേട്ട് സഭാവാസികൾ പൊട്ടിച്ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, യുദ്ധം ചെയ്ത് ഞാൻ യമലോകത്തേക്ക് പോയിക്കൊള്ളാം. പൗണ്ഡ്രകൻ വേഗം വന്ന് യുദ്ധം ചെയ്യാൻ പറയൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് വരാം. ദൂതനെ അയച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് യദുകുലനാഥൻ രഥാരൂഢനായി സേനാസമേതം പൗണ്ഡ്രക രാജധാനിയിലെത്തി. ബന്ധുവായ കാശി രാജനും ഒരുമിച്ച് പൗണ്ഡ്രകൻ അണ്ടകടാഹം കുലുങ്ങുമാറ് സൈന്യങ്ങളെയും ശേഖരിച്ച് ആർത്തു വിളിച്ച് സങ്കരത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. സാത്വികി മുതലായ യോദ്ധാക്കളുടെ ശിക്ഷണത്തിലുള്ള യാദവ സൈന്യത്തിന്റെ മുമ്പിൽ പൗണ്ഡ്രക സൈന്യം നിശേഷം പരാജയപ്പെട്ടു. സേനകൾ നശിച്ചത് കണ്ട് ക്രുദ്ധനായ പൗണ്ഡ്രകൻ തേരിലേറി നീരജനയനന്റെ അരികിലേക്കടുത്തപ്പോൾ അവന്റെ ശരിയായ രൂപം അദ്ദേഹം കണ്ടു. ലോഹം പഴുപ്പിച്ച് നെഞ്ചിൽ കുത്തി അടയാളപ്പെടുത്തിയ ശ്രീവത്സ ചിഹ്നത്തെയും രത്നങ്ങൾ കൊണ്ടുള്ള കൃത്രിമ കിരീടത്തെയും മകരാകൃതിയിൽ നിർമ്മിച്ച കുണ്ഡലത്തെയും നീലച്ചായം പൂശിയ ശരീരത്തെയും കാരിരുമ്പ് കൊണ്ടുണ്ടാക്കപ്പെട്ട സുദർശനത്തെയും മഞ്ഞളിൽ മുക്കി നിറം പിടിപ്പിച്ച പീതവസനത്തെയും അവൻ ധരിച്ച് വാസുദേവനായി ചമഞ്ഞു നിൽക്കുന്നത് കണ്ട് വസുദേവാത്മജൻ ചിരിച്ചുപോയി. ഹേ വാസുദേവ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ശരണം പ്രാപിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണം. യമലോകത്തേക്ക് എന്നെ അയക്കാതിരിക്കാൻ ദയവുണ്ടാകണം. എൻ്റെ കൃത്രിമമായ സുദർശന ചക്രം ഞാനിതാ അങ്ങയുടെ മുമ്പിൽ കാഴ്ചയായി വയ്ക്കുന്നു. അങ്ങയുടെ ശരിയായ സുദർശനം കൊണ്ട് അത് നശിപ്പിച്ചു കളയൂ എന്ന് ഉദീരണം ചെയ്ത് കൃഷ്ണൻ തൻ്റെ ത്രിചക്രത്തെ പൗണ്ഡ്രകന്റെ നേർക്കയച്ചു. അത് ചീറിപ്പാഞ്ഞടുത്ത് അവൻ്റെ കണ്ഠം മുറിച്ച് താഴ്ത്തിട്ടു. വിഷ്ണുവിൻ്റെ രൂപം ധരിച്ച് വിഷ്ണുവാണെന്ന് ഭാവിച്ച് വിഷ്ണുവായ കൃഷ്ണനാൽ വധിക്കപ്പെട്ടതുകൊണ്ട് പൗണ്ഡ്രകന് സായുജ്യപദം ലഭിച്ചു. പൗണ്ഡ്രകന്റെ ബന്ധുവും സഹായിയുമായ കാശിഭൂപന്റെ കണ്ഠം കായാമ്പൂവർണ്ണൻ കാലാസ്ത്രത്താൽ എയ്തു മുറിച്ച് ശിരസ് കാശിപുര ഗോപുരദ്വാരത്തിൽ വീഴ്ത്തി. ആ തല കാശിരാജാവിന്റെ പത്നിയും പുത്രന്മാരും വന്നുകണ്ട് തിരിച്ചറിഞ്ഞു. പുത്രനായ
സുദക്ഷിണൻ സംസ്കാരാദി പിതൃകർമ്മങ്ങൾ നിർവഹിച്ചതിനു ശേഷം പ്രതികാരാർത്ഥം കാശി മഹാക്ഷേത്രം പ്രാപിച്ച് താതഘാതകനെ സംഹരിക്കാൻ വേണ്ടി സോമചൂഢനെ ഉഗ്രമായി തപസ് ചെയ്തു. ശർവൻ പ്രത്യക്ഷപ്പെട്ട് പിതൃഘാതക നിധനത്തിനുള്ള ആഭിചാര കർമ്മങ്ങൾ നിർദ്ദേശിച്ച് തിരോഭൂതനായി. അതനുസരിച്ച് മാന്ത്രികന്മാരെ വരുത്തി ശത്രു സംഹാര ഹോമം അവൻ ആരംഭിച്ചു. ഹോമകുണ്ഠത്തിൽ നിന്നും ജ്വലിക്കുന്ന അഗ്നിയേക്കാൾ തേജസ്സോടു കൂടിയ ഒരു കൃത്തിക ഉയർന്നു വന്നു. തീക്ഷ്ണങ്ങളായ രൂക്ഷ നേത്രങ്ങളോടും ഘോര ദംഷ്ട്രകളോടും ചെമ്പിച്ച കേശങ്ങളോടും കറുത്തിരുണ്ട ഭീകര സ്വരൂപത്തോടും കൂർത്തുമൂർത്ത് വിജൃംഭിച്ച രോമാവലികളോടും നീണ്ടുവളഞ്ഞ മൂർച്ചയുള്ള നഖരങ്ങളോടും കൂടിയ ഭയങ്കര പൈശാചിക രൂപിണിയായ കൃത്തിക കയ്യിലൊരു നീണ്ട ശൂലവും ധരിച്ച് ഉഗ്രമായി അലറിക്കൊണ്ട് ദ്വാരകയിലേക്ക് തിരിച്ചു. കൃത്തികയെ കണ്ട് ജനങ്ങൾ ഭയാക്രാന്തരായി ഓടിയൊളിച്ചു. ദ്വാരകാവാസികളും അത്യന്തം ഭയപ്പെട്ടു. കൽപ്പാന്തവാഹിനി ജ്വലിച്ചു വരുന്നത് പോലെയുള്ള അവളുടെ ആഗമനം കണ്ട് പുരവാസികൾ കൃഷ്ണന്റെ വിചിത്ര ഹർമ്മ്യത്തിന്റെ മുമ്പിൽ വന്ന് മുറവിളി കൂട്ടി. ഭഗവാൻ അപ്പോൾ രുക്മിണിയുമായി ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമീപത്തിരുന്ന സുദർശനത്തെ തൃക്കൈയിലെടുത്ത് അദ്ദേഹം പുറത്തേക്ക് വിട്ടു. ദ്വാരകയിൽ അഗ്നിപ്രളയം വഹിച്ചുകൊണ്ട് കൃത്തിക വരുവാനുള്ള കാരണം എന്താണെന്ന് കമലാവല്ലഭൻ നേരത്തെ ധരിച്ചു കഴിഞ്ഞിരുന്നു. കോടി ഭാസ്കര പ്രഭയെ വെല്ലുന്ന തേജസ്സോടെ അഷ്ടദിക്കുകളെയും ജ്വലിപ്പിച്ചുകൊണ്ട് കത്തിയെരിഞ്ഞ് ലോകാവസാന ബടവാഗ്നിയെ പോലെ പാഞ്ഞു വരുന്ന സുദർശനത്തിന്റെ ചൂട് സഹിക്കാൻ വയ്യാതെ ഹാ ഹാ എന്നലറി ഭയപ്പെട്ട് കൃത്തിക ഓടി കാശിയെ അഭയം പ്രാപിച്ചു. പുറകെ സുദർശനവും പാഞ്ഞെടുത്ത് കൃത്തികയെയും ദുർവൃത്തനായ സുദക്ഷിണനെയും ഹോമകർമ്മികളായ ഹോത്രികളെയും പാവക ജ്വാലയിൽ എരിച്ച് ചാമ്പലാക്കി. എന്നിട്ടും സുദർശനവഗ്നി അടങ്ങാതെ കാശി ക്ഷേത്രം മഹാക്ഷേത്രം ഒഴിച്ച് ബാക്കി വാരണാസി മുഴുവനും ദഹിപ്പിച്ച് ഭസ്മമാക്കി. അനന്തരം ആ ദിവ്യായുധം ഭഗവാന്റെ തൃക്കരത്തിൽ തന്നെ വന്ന് സംസ്ഥിതമായി. അന്യന്മാരെ ദ്രോഹിക്കുവാൻ വേണ്ടി തപസ് ചെയ്ത് വരം വാങ്ങുന്നവർ അവസാനം ആ വരത്താൽ തന്നെ സ്വയം നാശമടയുമെന്ന് ലോകത്തെ ധരിപ്പിക്കുവാനാണ് പരമശിവൻ സുദക്ഷിണന് അപ്രകാരം ഒരു ആഭിചാര വരം നൽകിയത്. ബാക്കി നമുക്ക് നാളെ പറയാം.